പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം. ഇന്നു മുതൽ നമ്മൾ ഒരു എപ്പിസോഡ് ആരംഭിക്കുകയാണ്. ആരാണ് ഞാൻ? അതെ, നിങ്ങളിലെ നിങ്ങളെ കണ്ടെത്താൻ. ഡിസ്കവർ എ ന്യൂ യു. നിങ്ങളുടെ ഉള്ളിലുള്ള പുതിയ ഒരാളെ കണ്ടെത്താനുള്ള ഒരു ടോപ്പിക്കിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഓരോ ഭാഗങ്ങളും ശ്രദ്ധിക്കുക. പാർട്ട് 1, പാർട്ട് 2 ഇങ്ങനെ ഒരു പരമ്പരയായിട്ട് പോകും. ഇടയ്ക്ക് നിന്ന് ഇതൊക്കെ വീക്ഷിക്കുന്നവർ ആദ്യം മുതലുള്ള വീഡിയോസൊക്കെ സെലക്ട് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഇതിനൊരു കണ്ടിന്യൂറ്റി കിട്ടും. ഇത് എന്തിനാണെന്നറിയാമോ? നമ്മൾ ഇത്രയും നാൾ കാണാതിരുന്ന നമ്മുടെ ഉള്ളിലുള്ള ആ ശക്തിയെ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് നേടാം. 2 കാര്യങ്ങളാണ് ഞാനിവിടെ ഉറപ്പു തരുന്നത്. ഒന്ന്, നിലവിലുള്ള നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തും നിങ്ങൾക്ക് തന്നെ പരിഹരിക്കാം. അത് ടെൻഷൻ ആയിക്കോട്ടെ, ഡിപ്രഷൻ, ദേഷ്യം, ഭയം, അലസത, വിരസത, ഓർമ്മക്കുറവ്, സാമ്പത്തിക പ്രശ്നം, ദാമ്പത്യ പ്രശ്നം, അങ്ങനെ മനുഷ്യൻ ഇന്ന് നേരിടുന്ന ഏത് പ്രശ്നങ്ങളും മനുഷ്യനെ സാധിക്കാവുന്നതെല്ലാം നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങളെ കണ്ടെത്തിയാൽ, ആ റിസോഴ്സിനെ കണ്ടെത്തിയാൽ സാധിക്കാം. ഒന്ന്, പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ സാധിക്കുന്നു. അതിനുവേണ്ടി മറ്റൊരു സ്ഥലത്തും പോകാതെ നിങ്ങളെ തന്നെ പഠിച്ചുകൊണ്ട് നിങ്ങളുടെ ഉള്ള ശക്തി എടുത്തുകൊണ്ട് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുക മാത്രമല്ല, വരും കാലഘട്ടത്തിലും നിങ്ങൾ എത്രത്തോളം സന്തോഷത്തോടെ അഭിവൃദ്ധിയോടും വിജയത്തിലും പോകാൻ ആഗ്രഹിക്കുന്നു, അത്രയും ശക്തമായ ചലഞ്ചസും നമ്മുടെ മുന്നിൽ വരും. അതാത് സമയത്ത് ഇതിനേക്ക് തരണം ചെയ്യാനുള്ള ടെക്നിക്സുകൾ, അതിന്റെ മനഃശാസ്ത്രപരമായ ആത്മീയപരമായ വശങ്ങളിലൂടെയാണ് ഈ ക്ലാസ്സുകൾ പോകുന്നത്. അത് വളരെ ഫ്രീ ആയിട്ടാണ് തരുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സെക്ഷൻസിനൊക്കെ ഒരുപാട് ഭീമമായ എമൗണ്ടുകളൊക്കെ കൊടുത്തുകൊണ്ടാണ് നമ്മൾ പലയിടത്തും പോയി പഠിക്കാറുള്ളത്, മനസ്സിലാക്കിയിട്ടുള്ളത് ഇത്രയും നാളുമൊക്കെ. അപ്പം ഇതെല്ലാം നമ്മുടെ ഈ പ്രപഞ്ചത്തിന്, ഈ സമൂഹത്തിന് ആവശ്യം ആയതുകൊണ്ട് തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ ഇതിപ്പോൾ ലഭിക്കുകയാണ്. മുടങ്ങാതെ ശ്രദ്ധയോടെ കാണുക. 1ഓ 2ഓ വട്ടം ഓരോ എപ്പിസോഡും കാണുക. നമുക്ക് ഫലവത്താണ് എന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ മറ്റുള്ള ഗ്രൂപ്പുകളിലേക്കും ബന്ധുമിത്രാദികൾക്കും ഒക്കെ അയച്ചു കൊടുക്കുക. കാരണം ഇതൊരു കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ഇതിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകും. അപ്പം ഒന്ന്, നമ്മുടെ പ്രശ്നങ്ങളെല്ലാം സ്വയം പരിഹരിക്കാൻ സാധിക്കുന്നു. മറ്റൊന്ന്, ജീവിതത്തിൽ നാം ലക്ഷ്യം വെക്കുന്നതൊക്കെ നേടാനും സാധിക്കുന്നു. മനുഷ്യനാൽ സാധിക്കാവും എന്തും, whatever it is. ഈ 2 കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ വിഷയം പോകുന്നത്. അടിസ്ഥാനപരമായിട്ട് നമ്മളുടെയൊക്കെ പ്രശ്നം എന്താണെന്ന് അറിയാമോ? ഒന്ന്, നമ്മുടെ ഈ യൂസർ മാനുവൽ അറിയില്ല, ഈ റിസോഴ്സ് അറിയില്ല. നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ അതിനോടൊപ്പം കിട്ടുന്നൊരു കാറ്റലോഗ് ഇല്ലേ, ആ പ്രൊഡക്റ്റിനെ സംബന്ധിച്ചുള്ള വിവരണം, കൃത്യമായിട്ട് എങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെ ഉപയോഗിച്ചാൽ തകരാറുണ്ടാവും എന്നുള്ളൊരു യൂസർ മാനുവൽ കിട്ടാറുണ്ട്. ഈ മാനുവലൊന്നും നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയിട്ടല്ല ഈ ഉപകരണങ്ങളൊന്നും ഉപയോഗിക്കാറുള്ളൂ. അതുകൊണ്ട് എന്താ സംഭവിക്കുക? പെട്ടെന്ന് കേടായി പോകും, അല്ലെങ്കിൽ അതിന്റെ കാര്യക്ഷമത പൂർണ്ണമായിട്ട് ഉപയോഗിക്കാൻ പറ്റാതെ അത് ഉപേക്ഷിക്കേണ്ടി വരും. നമ്മുടെ യൂസർ മാനുവൽ അറിയുന്നില്ല, ആ റിസോഴ്സിനെ കണ്ടെത്താൻ സാധിക്കും. മറ്റൊന്ന്, അതിന്റെ പവർ മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ മനുഷ്യനാൽ സാധിക്കാവുന്നത് എന്തെല്ലാമാണോ അതെല്ലാം നേടാനും സാധിക്കുന്നു. ഈ ഒരു ഉഗ്രശക്തിയാണ് ഓരോരുത്തരുടെയും ഉള്ളിലും ഉറഞ്ഞിരിക്കുന്നത്. ഇത് നമ്മൾ ഇത്ര നാൾ കണ്ടിട്ടില്ല. ഈ ചാരത്തിനടിയിലൊക്കെ കിടക്കുന്ന കനൽ പോലെയാണ്. മുകളിൽ ചാരം മൂടി കിടക്കുന്ന കാരണം കാണാൻ പറ്റുന്നില്ല. അപ്പൊ മുകളിലുള്ള ചാരത്തേക്ക് ഊതി മാറ്റിക്കഴിഞ്ഞാൽ അകത്തുനിന്ന് കനൽ തെളിഞ്ഞ് ജ്വാലയായിട്ട് തീ പടരുന്നത് പോലെ പടരുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ ഉള്ളൊരു വിഷയത്തിലേക്ക് ആണ് നമ്മൾ പോകുന്നത്. ഓർക്കുക, മനുഷ്യനെന്നും അവൻ ചിന്താകുലനാണ്, വ്യാകുലനാണ്. ആരെപ്പറ്റി? അവനവനെ പറ്റി തന്നെ. സത്യത്തിൽ ഞാൻ ആരാണ്? ഹു ആം ഐ? ഇത് മനുഷ്യനുണ്ടായ കാലം മുതൽ ചിന്തിക്കാൻ കഴിവുള്ള മനുഷ്യനായതുകൊണ്ട് അവൻ ചിന്തിച്ചു തുടങ്ങിയിരുന്നു, അന്വേഷിച്ചു തുടങ്ങിയിരുന്നു. ആ അന്വേഷണം ഇപ്പോഴും തുടരുന്നു. ഇതിനിടയിൽ കുറേ കാലാകാലങ്ങളിൽ മഹായോഗീശ്വരന്മാർ പിറവിയെടുത്തിട്ടുണ്ട്. അവർ ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതും പൂർണ്ണമല്ല. അപ്പം ലഭ്യമായ അറിവുകൾ വെച്ചിട്ട് ഞാൻ ആരാണ് എന്നുള്ള ആ വലിയ സത്യം കണ്ടെത്തുന്ന വ്യക്തികൾ ജീവിതത്തിൽ ഒരിക്കലും പരാജയപ്പെടുകയില്ല എന്നുള്ളതാണ്. നമ്മുടെ റിസോഴ്സ്, ദാറ്റ് ഈസ് ഹ്യൂമൻ റിസോഴ്സ്, മനുഷ്യന്റെ മാനവ വിഭവശേഷി. അതുകൊണ്ടാണ് കാലഘട്ടം മാറിയപ്പം HRD, ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ്, ഡിവിഷൻസ് ഒക്കെ പല സംവിധാനങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നത്. ഇതും അതേപോലെ തന്നെ നമ്മുടെ മനുഷ്യനാണെങ്കിൽ മാനവ വിഭവശേഷിയെ കണ്ടെത്തി കഴിഞ്ഞാൽ മനുഷ്യനാൽ സാധിക്കാവുന്നതെല്ലാം ഈ ഒരു ജന്മത്ത് തന്നെ നമുക്ക് സാധിക്കാൻ സാധിക്കും.
ഇന്നിപ്പോൾ നമുക്ക് ചുറ്റുപാടും അറൗണ്ട് അസ് ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. ഈ ലോകത്ത് കാണുന്ന സർവ്വ അത്ഭുതങ്ങളും അല്ലെങ്കിൽ ഓരോ വ്യക്തിയിലും അവർക്ക് ചുറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാം ആ വ്യക്തിയുടെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു വിഷനാണ്. ആ വിഷനാണ് മാനിഫെസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പം ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള രഹസ്യങ്ങൾ തേടിയാണ് മനുഷ്യൻ എക്കാലവും പോയിരുന്നത്. കാലഘട്ടം മാറിയപ്പോൾ ശാസ്ത്രം വികസിച്ചു, അങ്ങേയറ്റം വലുതായി, നല്ല സ്പെസിഫിക് ആയിട്ടുള്ള അതിൻ്റെ റീസണൊക്കെ കണ്ടുപിടിച്ചു തുടങ്ങി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വിഷയം നമ്മൾ അറിഞ്ഞിരിക്കണം എന്ന് പറയാൻ കാരണം 2 അറിവുകളാണ് നമുക്ക് വേണ്ടത്, 2 പഠനമാണ് ആവശ്യം. മനുഷ്യൻ എക്കാലത്തും വിദ്യാർത്ഥികളാണ്, വിദ്യ അർത്ഥിക്കുന്നവരാണ്. മനുഷ്യനെ സംബന്ധിച്ച് വിദ്യയാണ് അവൻ്റെ അന്നം. അന്നം എന്ന് പറഞ്ഞാൽ ഭക്ഷണം മാത്രമല്ല, അവൻ ഈ ലോകത്തിൽ വേണ്ടതെല്ലാം അന്നത്തിൻ്റെ ഭാഗമാണ്. അത് കിട്ടാതെ വരുമ്പോഴാണല്ലോ നിരാശയൊക്കെ ഉണ്ടാകുക. അപ്പം 2 അറിവുകൾ വേണം. അറിവിലൂടെയാണ് നമ്മൾ വളരുന്നത്. അത് എത്ര പ്രായമുള്ള ഒരു മനുഷ്യനായാലും അവൻ വിദ്യാർത്ഥി തന്നെയാണ്. ഓരോ ദിവസവും പുതിയ അറിവുകൾ നേടിക്കൊണ്ടേയിരിക്കും. ഇതിനുള്ള കഴിവ് ദൈവം മനുഷ്യൻ മാത്രമേ തന്നിട്ടുള്ളൂ. അതിൽ ഒന്നാമത്തെ അറിവ് അവനവനെ പറ്റിയുള്ള ഒരു അറിവാണ്. നേരത്തെ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന വിഷയം തന്നെയാണ് ഹൂവാമായി. നമ്മുടെ ആ പൊട്ടൻഷ്യൽ പവറിനെ സംബന്ധിച്ച് അറിയുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു അറിവ് ഈ ലോകത്തിൽ ജീവിക്കുന്നതിന് ആവശ്യമായ സാമാന്യ നോളജ്, ജനറൽ ആയിട്ടുള്ള നോളജ് വേണം. അത് ജീവിക്കാൻ വേണ്ടി പഠിക്കുക എന്നൊക്കെ പലരും പറയും അല്ലേ. ഇപ്പോൾ ഉള്ള കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതും ജീവിക്കാൻ വേണ്ടിയുള്ള പഠനമാണ്. ജീവിക്കാൻ വേണ്ടി ലക്ഷ്യം വെച്ച് ടാർഗറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഡോക്ടറും എഞ്ചിനീയറും കളക്ടറും ഒക്കെ ആക്കാൻ പറ്റും നമ്മുടെ മക്കളെയൊക്കെ. പക്ഷെ അവിടെ ചെന്നാലും യഥാർത്ഥത്തിലുള്ള അവൻ്റെ ഉള്ള റിസോഴ്സിനെ കണ്ട് ബാലൻസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ ലൈഫ് എത്ര ഔന്നത്യത്തിൽ നിൽക്കുന്നവരുടെയും ഫ്ലോപ്പായിരിക്കും. അതെന്ത് പഠനത്തിന് കുറവാ? ജീവിതത്തെ പറ്റിയുള്ള പഠനം. അപ്പൊ 2 പഠനം ആവശ്യമുണ്ട്. ഒന്ന് ജീവിക്കാൻ വേണ്ടിയും പഠിക്കണം, മറ്റൊന്ന് ജീവിതത്തെ പറ്റിയും പഠിക്കണം. ഈ ജീവിതത്തെ പറ്റി പഠിക്കാത്തതാണ് ഓരോ വ്യക്തികളുടെയും സമകാലീന ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. ആ ജീവിതത്തെ പറ്റി പഠിക്കാൻ വലിയ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ട. സാമാന്യ ബുദ്ധി ശരിയായ രീതിയിൽ അത് പ്രവർത്തിപ്പിച്ചാൽ ജീവിതത്തെ പറ്റി പഠിക്കാൻ സാധിക്കും. അപ്പൊ 2 പഠനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഒന്ന് അവനവനെ പറ്റി പഠിക്കണം, ജീവിതത്തെ പറ്റി പഠിക്കണം, മറ്റൊന്ന് ജീവിക്കാൻ വേണ്ടി പഠിക്കണം. ഇതിലേത് പഠനമാണ് ഏറ്റവും പ്രധാനം? ആലോചിച്ച്. അവനവനെ പറ്റി തന്നെയാണ്. ചില അക്കാഡമിക്കലി ഒന്നും വലിയ ഉയരങ്ങൾ എത്തിയിട്ടില്ല, 8ാം ക്ലാസ്സും കുസിയായിരിക്കും, പക്ഷെ അവർ വലിയ സാമ്രാജ്യങ്ങൾ നയിക്കുന്നു. അവനവൻ്റെ ഉള്ള ശക്തിയെ മനസ്സിലാക്കിക്കൊണ്ടാണ്. ഒരുപാട് വിദ്യാഭ്യാസമുള്ളവരെ അവർക്ക് പ്രയോഗിക്കാൻ പറ്റുന്നു, അവർക്ക് തൊഴിൽ കൊടുക്കാൻ സാധിക്കുന്നു, അവരുടെ ഒരുപാട് കുടുംബങ്ങൾ അവരെ കൊണ്ട് ജീവിക്കുന്നു. അപ്പൊ ജീവിതത്തെപ്പറ്റി പഠിച്ചൊരു വ്യക്തി ഒരിക്കലും പരാജയപ്പെടുത്തില്ല. അതിന് ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് ഒരു ലൈഫ് സ്കിൽ മാനേജ്മെന്റ് എന്ന് പറയും. സ്കിൽ, നൈപുണത. ഏത് രംഗത്തും നൈപുണതയുള്ളവരല്ലേ വിജയിക്കുകയുള്ളൂ. ജീവിതത്തിന്റെ നൈപുണത അറിയാൻ പാടില്ലാതെ ജീവിതം നയിച്ചാൽ എങ്ങനെ ഇരിക്കും? അതിന്റെ പ്രത്യാഘാതങ്ങളല്ലേ നമുക്ക് ചുറ്റും കാണുന്നത്. അപ്പൊ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഈ മനസ്സിനെ മാനേജ് ചെയ്യുന്ന പഠിക്കാനായിട്ട് വരാറുണ്ട്, കൺസൾട്ടേഷൻ വരാറുണ്ട്. അപ്പൊ ഇവിടെയൊക്കെ പല പല തുറകളിലുള്ളവരാണെങ്കിലും അവരുടെ ലൈഫിനെ മാനേജ് ചെയ്യാൻ അറിയില്ല. മറ്റു പല തലത്തിലും അവർ ഉന്നത തലത്തിലാണ്. ഇതറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ടാണ് നമ്മുടെ ഈ ചാനലിലൂടെ ഇത് നൽകുന്നത്. നിങ്ങളുടെ ഉള്ളിലുള്ള ആ സർഗശക്തി എന്തെന്ന് തിരിച്ചറിയാൻ. അപ്പം ഇത് ശ്രദ്ധിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എല്ലാ എപ്പിസോഡുകളും മുടങ്ങാതെ നമ്പർ നോക്കി കുറേശ്ശെയായിട്ട് പല ദിവസങ്ങളായിട്ട് കണ്ട് നമ്മളെ മാനേജ് ചെയ്യാനും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം കെട്ടിപ്പടുക്കാനും സാധിക്കട്ടെ. അതിനു വേണ്ടിയിട്ടുള്ള തുടക്കമാണ് ഇത്. സോ ആദ്യം തന്നെ മനസ്സിലാക്കുക, ആഫ്റ്റർ ഓൾ നമുക്കെല്ലാം ജീവജാലങ്ങളിൽ ഇട്ടിരിക്കുന്നൊരു പേരുണ്ട്. ഈ ലോകത്തിൽ, ഈ ഭൂമുഖത്ത് ഏകദേശം 84 ലക്ഷത്തിൽ പരം ജീവനുള്ള ജീവജാലങ്ങളാണുള്ളത്. മോർ ദാൻ 84 lakhs ഓഫ് സ്പീഷീസ് ഇൻ ദിസ് വേൾഡ്. അതിൽ ഒരു സ്പീഷീസ് ആണ് മനുഷ്യൻ എന്ന് പറയുന്നത്. മനുഷ്യൻ, മനസ്സ്, ഈശ, കാണാൻ കഴിവുള്ളവൻ. മറ്റ് ജീവജാലങ്ങളെ മനുഷ്യനെന്ന് വിളിക്കാറില്ല, മൃഗങ്ങൾ എന്നാണ് വിളിക്കുക. മൃഗ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സംസ്കൃതത്തിൽ മൃഗ എന്ന് വെച്ചാൽ തിരയുക, സെർച്ച് എന്നാണ് അർത്ഥം. നമുക്ക് മനുഷ്യൻ അവരിട്ട് എന്താണ് അതിലുള്ള വ്യത്യാസം? അത് തന്നെ ആദ്യം ഒന്നറിയാം. മനസ്സിലേക്ക് ഈശ, കാണാൻ കഴിവുള്ളവരാണ് മനുഷ്യൻ. മനസ്സിനെ ഈ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, ബുദ്ധി കൊണ്ടാണ് കാണാൻ സാധിക്കും. മനുഷ്യന് മാത്രം 2 കണ്ണാണുള്ളത്. ഒന്ന് ഈ കണ്ണ്, മാംസക്കണ്ണ്, മറ്റൊന്നോ ഉൾക്കാഴ്ച, ഉൾക്കണ്ണ്. മറ്റ് ജീവജാലങ്ങൾക്ക് ഉൾക്കാഴ്ചയൊന്നും ഇത്രത്തോളം ഇല്ല. അതുകൊണ്ടാണ് മനുഷ്യൻ എന്ന് വിളിക്കുന്നത്. മറ്റ് ജീവജാലങ്ങൾക്ക് അവരുടെ ജീവസന്ധാരണത്തിന് പുറത്തേക്ക് തിരയണം, സെർച്ച്.
ഭക്ഷണത്തിനും പാർപ്പിടത്തിനും ഇണയത്തേടിയൊക്കെ പുറത്തോട്ട് എല്ലാ കാര്യത്തിനും തിരയണം. മനുഷ്യന് അവന്റെ കാര്യത്തിന് വേണ്ടി പുറത്തോട്ടല്ല തിരയേണ്ടത്, പിന്നോ അകത്തേക്ക്, തൻ്റെ ഉള്ളിലേക്ക്. നീ പുറത്തെ തിരയുന്നതെല്ലാം നിന്റെ ഉള്ളിൽ തിരഞ്ഞാൽ പുറമേ ഉള്ളതെല്ലാം നിന്നിലേക്ക് എത്തും. ഈ ഒരു ആകർഷണ സ്വഭാവമുള്ള ഒരേ ഒരു ജീവി മനുഷ്യനാണ്. അതാണ് ദൈവങ്ങൾ പോലും കൊതിക്കുകയാണ് ഒരു മനുഷ്യജന്മം കിട്ടാൻ. ദൈവങ്ങൾക്ക് ശരീരമില്ലല്ലോ, ഊർജം ആണ്. പക്ഷെ ശരീരം കിട്ടിയിരിക്കുന്ന ഈ ദൈവതുല്യമായിട്ടുള്ള ഈ ഒരു ജന്മം പുണ്യജന്മം എന്ന് പറയാൻ കാരണം നീ മനുഷ്യനായതുകൊണ്ടാണ്. നിന്റെ ഉള്ളിലേക്ക് നിനക്കെന്താണോ വേണ്ടത് അതിലേ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നീ ആഗ്രഹിക്കുന്നതെല്ലാം പുറമേ നീ ഇങ്ങോട്ട് എത്തപ്പെടുന്നു. ഇത് ഉള്ളിൽ വെച്ചിട്ടാണ് നമ്മൾ പുറത്തെല്ലാം ഓടുന്നത്, ഓടി ഓടി കിതക്കുകയാണ്. മറ്റ് ജീവജാലങ്ങൾ പുറത്തോട്ട് തെരഞ്ഞ് സാധിക്കേണ്ടതുകൊണ്ട് അതുങ്ങളെ മൃഗ എന്ന് വിളിക്കുന്നു. സെർച്ച്, മൃഗ. അപ്പം നമ്മൾ ഇത്രയും നാളും നമ്മുടെ ഓരോ കാര്യങ്ങൾക്കും പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകളും ഓരോന്നിനും പുറത്തോട്ടല്ലേ തെരഞ്ഞുകൊണ്ടിരുന്നത്. എവിടെ കിട്ടും, ആരെ ആശ്രയിക്കണം, പുറത്തോട്ട് ഓടി ഓടി തളർന്നു പലരും. അപ്പം നമ്മളെ എന്ത് വിളിക്കണം? പുറത്തോട്ട് ഇത്ര നാൾ തെരഞ്ഞ നമ്മളെ മൃഗങ്ങൾ. എന്നാ രൂപം കൊണ്ടോ മനുഷ്യരൂപവും മൃഗത്തിന്റെ സ്വഭാവവും. അപ്പൊ നമ്മളെ വിളിക്കണം മനുഷ്യമൃഗങ്ങൾ. ഈ മനുഷ്യമൃഗത്തിൽ നിന്നും യഥാർത്ഥ മനുഷ്യരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു വിഷയത്തിന്റെ പ്രസക്തി. അത് തീർച്ചയായിട്ടും ആവശ്യമുണ്ടല്ലേ? യെസ്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിക്കുന്നതിന്റെ പ്രാധാന്യം മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അപ്പം മനസ്സിലേക്ക് നോക്കി അതിലേക്ക് കൊടുത്തുകൊണ്ട് എന്ത് നേടാനുള്ള ആ ഒരു വിദ്യ നമ്മൾ സ്വായത്തമാക്കുകയാണ്. അപ്പം മൃഗങ്ങളും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം, ഒന്ന് വിശേഷ ബുദ്ധി എന്ന് പറയുന്നത് മുൻകൂട്ടി കാണാനുള്ള കഴിവ്, ഉൾക്കാഴ്ചയുള്ള ഒരു ജീവ മനുഷ്യനാണ്. സ്വാമി വിവേകാനന്ദൻ പറയാറുണ്ട്, മനുഷ്യനെ സംബന്ധിച്ച് ഒരു കാഴ്ചയില്ലായ്മയല്ല അവന്റെ ഏറ്റവും വലിയ ദുരവസ്ഥ. ഈ കണ്ണിന് കാഴ്ചയില്ലായ്മ, ചിലർ ജന്മനാ കാഴ്ചയില്ലാതെ കിടക്കുന്നു, ചിലപ്പോൾ അപകടത്തിലൊക്കെ കാഴ്ച നഷ്ടപ്പെടുന്നു എന്തെങ്കിലും രോഗങ്ങളാൽ. അത് മഹാദുരന്തമൊന്നുമല്ല മനുഷ്യനെ സംബന്ധിച്ച്. എത്രയോ മഹാന്മാർ കാഴ്ചയില്ലാത്തവരാണ് ഈ ലോകത്തിൽ പലതും വലിയ വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് അല്ലേ. പല കലാകാരന്മാരും ഒരുപാട് ഔന്നിത്യം പുലർത്തുന്ന ഒരുപാട് ആൾക്കാരെ നമുക്കറിയാം. കാഴ്ചയില്ലെന്നേ ഉള്ളൂ, അത് വലിയ കുഴപ്പമല്ല. പക്ഷെ ഈ കണ്ണുണ്ടായിട്ടും ഉൾക്കാഴ്ചയില്ലാത്തതാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ അപജയം. എന്താണ്? ഈ കാണുന്ന കണ്ണുണ്ടായിട്ടും ഉൾക്കാഴ്ചയില്ലായ്മ. പലർക്കും ഉണ്ടെങ്കിലും അതിനെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്നില്ല. അപ്പൊ നോക്കൂ, എത്രത്തോളം പമ്പര വിഡ്ഢികളായിട്ടാണ് ഒരു മനുഷ്യജന്മം കിട്ടിയിട്ടും ജീവിക്കുന്നത്. ഈ ഉൾക്കാഴ്ചയിലൂടെയാണ് നമ്മളെല്ലാം നേടുന്നത് എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, മനസ്സിലേക്ക് കൃത്യമായി ഫോക്കസ് ചെയ്ത് കൊടുക്കുന്ന എല്ലാം അത് നടപ്പിലാക്കുന്നു. അപ്പൊ ഈ ഉൾക്കാഴ്ച നമുക്ക് എന്താണോ വേണ്ട ആ ഡയറക്ഷനിലേക്ക് കൊടുക്കാൻ സാധിച്ചാൽ അതെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് എത്തപ്പെടുന്നു എന്നുള്ളതാണ്. നമുക്കൊരു 10 വർഷം ബാക്കിലോട്ടുള്ള കാര്യം ചിന്തിച്ചാൽ മനസ്സിൽ തെളിയുമല്ലേ? തീർച്ചയായിട്ടും. എന്നാൽ 10 വർഷം കഴിഞ്ഞ് എന്താണോ നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ടത് അത് കൃത്യമായിട്ടൊരു ബ്ലൂ പ്രിന്റ് ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതും നമ്മളിലേക്ക് എത്താൻ സാധിക്കും. അതാണ് ഉൾക്കാഴ്ച. പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് എന്നൊരു ബുക്ക് പോലും വളരെ പ്രശസ്തമായിട്ടുള്ളതുണ്ട്, ജോസഫ് മർഫി എഴുതിയിട്ടുള്ളത്. അത് വളരെ സാർവത്രികമായതുകൊണ്ട് എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും. അത് എന്താണോ നിങ്ങളുടെ ഉള്ളിലേക്ക് ഫോക്കസ് ചെയ്ത് കൊടുക്കുന്നത് സംഭവിച്ചേ പറ്റുള്ളൂ. അതിൻ്റെ സയന്റിഫിക് ആയിട്ടുള്ള വർഷങ്ങളൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പോകുന്നത്. സോ മറക്കാതെ മുടങ്ങാതെ കാണുക അടുത്ത എപ്പിസോഡ്. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.